ഇരുമ്പ് തിന്നുന്ന എലി. സോമശേഖരൻ ഒരു പലചരക്കു കടക്കാരനായിരുന്നു. പതിവുകാരിൽ നിന്നും അയാൾ ഒരിക്കലും അനർഹമായ തുക വസൂലാക്കിയിരുന്നില്ല. ഒരു ഗ്രാമത്തിലായിരുന്നു അയാളുടെ കട. സഹജീവികളോട് വളരെ ദയാലുവായിരുന്നതുകൊണ്ട് എല്ലാ ഗ്രാമവാസികളും അയാളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഗൗരവമേറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. യാതൊരു പരാതിയും കൂടാതെ തന്നെ അദ്ദേഹം അവരെ സഹായിച്ചു. ഒരിക്കൽ ഗ്രാമത്തിൽ അതിയായ ക്ഷാമം ഉണ്ടാകുകയും ഇത് അയാളുടെ കടയിലുള്ള സാമാനങ്ങളിൽ കമ്മിയുണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്തു. ക്രമേണ സോമശേഖരന്റെ വ്യാപാരം അന്ത്യം കാണുകയും പണമിടപാടുകാരാൽ ക്ലേശിക്കപ്പെടുമെന്ന് ഭയന്ന് അയാൾ ഗ്രാമത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നതിന് നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. ഒളിച്ചോടി പോകുന്നതിനു മുൻപ് അയാൾ സുഹൃത്തായ മോഹന്റെ അടുക്കൽ പോയിട്ട് തിരിച്ചു വരുന്നതുവരെ സൂക്ഷിക്കുന്നതിനു വേണ്ടി 12 കിലോഗ്രാമോളം ഭാരമുള്ള തന്റെ തുലാസ് അയാൾ ഏൽപ്പിക്കുകയും ചെയ്തു. സമ്മതിച്ചുകൊണ്ട് മോഹൻ അയാളിൽ നിന്നും തുലാസ് ഏറ്റുവാങ്ങി. സോമശേഖരൻ പല രാജ്യങ്ങളിലൂടെയും ചുറ്റിത്തിരിയുകയും ഒടുവിൽ ഒരു ദ്വീപിൽ അയാൾ തന്റെ സൗഭാഗ്യം കണ്ടെത്തുകയും ചെയ്തു. അവിടെ നിന്നും ധാരാളം സമ്പത്ത് സ്വരുക്കൂട്ടിക്കൊണ്ട് അയാൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അയാൾ സുഹൃത്തായ മോഹന്റെ വീടിനെ സന്ദർശിച്ചു. സാധാരണയെന്ന പോലെ തന്നെ മോഹൻ അയാളോട് പെരുമാറി. തന്റെ ഔന്നത്യമായ ആതിഥേയത്വം അയാൾ സുഹൃത്തിനു മുന്നിൽ പ്രകടിപ്പിച്ചു. വീട് വിട്ട് ഇറങ്ങേണ്ട സമയമായപ്പോൾ സോമശേഖരൻ തന്റെ തുലാസ് തിരികെ ആവശ്യപ്പെട്ടു. പക്ഷേ മോഹൻ പറഞ്ഞു, പ്രിയപ്പെട്ട ചങ്ങാതി, അങ്ങയുടെ തുലാസ് എലി കരണ്ടുവെന്നും എൻ്റെ സംഭരണശാലയുടെ ഒരിടത്തും തന്നെ അതിൻ്റെ യാതൊരു അടയാളം പോലുമില്ലെന്നും അറിയിക്കുന്നതിന് അതിയായ വിഷമമുണ്ട്. സുഹൃത്തിന്റെ അഭിപ്രായ പ്രകടനം കേട്ടപ്പോൾ സോമശേഖരന് അതിയായ ദേഷ്യം തോന്നി. പക്ഷേ അയാൾ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം അയാൾ സുഹൃത്തിനോടൊപ്പം തങ്ങുവാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞു, മോഹൻ, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് യാത്ര തുടരാനാകുകയില്ല. അതിനാൽ ഞാൻ നാളെ എൻ്റെ യാത്ര തുടരാം. ഇന്ന് ഞാൻ താങ്കളുടെ ഭവനത്തിൽ വിശ്രമിക്കാൻ പോകുകയാണ്. മോഹൻ സമ്മതിച്ചു. വൈകുന്നേരമായപ്പോൾ സോമശേഖരൻ സുഹൃത്തിനോട് പറഞ്ഞു, മോഹൻ, എനിക്ക് നദിയിലൊന്ന് കുളിക്കണം. വഴി കാട്ടാനായി താങ്കളുടെ മകനെ എൻ്റെ കൂടെ അയക്കൂ. മോഹൻ അങ്ങനെ ചെയ്തു. വഴിയിൽ ഉയരമേറിയ ഒരു കുന്നിൻ്റെ ചുവട്ടിൽ ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. സോമശേഖരൻ ആ ബാലനെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിൻ്റെ വായ്ഭാഗം ഒരു കല്ല് കൊണ്ട് അടച്ചു. എന്നിട്ട് അയാൾ വീട്ടിലേക്ക് തിരികെ വന്നു. തൻ്റെ മകൻ എവിടെയെന്ന് മോഹൻ ആരാഞ്ഞപ്പോൾ സോമശേഖരൻ പറഞ്ഞു, മോഹൻ, വിഷമിക്കരുത്. താങ്കളുടെ മകനെ ഒരു പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി കളഞ്ഞു. മോഹന് ഇത്രത്തോളം താങ്ങാനായില്ല. അയാൾ അലറി, എടാ കള്ള, നീ എൻ്റെ മകനെ എവിടെയാണ് ഒളിപ്പിച്ചത്?
എനിക്ക് അവനെ ഉടനെ തിരികെ വേണം. അല്ല എങ്കിൽ രാജാവിൻ്റെ ആളുകൾ നിന്നെ അറസ്റ്റ് ചെയ്യും. ഒടുവിൽ അവർ ഇരുവരും ഗ്രാമമുഖ്യന്റെ അടുത്തു ചെന്ന് വളരെ ആദരവോടുകൂടി തങ്ങളുടെ പ്രശ്നം അദ്ദേഹത്തെ അറിയിച്ചു. ഒരു ബാലനെ പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ ഗ്രാമത്തലവന് ശുണ്ഠി വന്നു. അത് എങ്ങനെ സാധ്യമാകും എന്ന് അദ്ദേഹം സോമശേഖരനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, പ്രഭോ, ഒരു വലിയ ഇരുമ്പ് കഷണത്തെ എലികൾക്ക് കരളുവാൻ കഴിയുമെങ്കിൽ മതിയായ വലുപ്പമുള്ള ഒരു കുട്ടിയെ എന്തുകൊണ്ട് ഒരു പരുന്തിന് റാഞ്ചിക്കൊണ്ടു പോകുവാൻ കഴിയില്ല? ഗ്രാമത്തലവൻ ഒരൽപ്പം ചിന്താക്കുഴപ്പത്തിലായി. എല്ലാം വിശദീകരിക്കുവാൻ അദ്ദേഹം സോമശേഖരനോട് ആവശ്യപ്പെട്ടു. സുഹൃത്തുമായിട്ടുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും അയാൾ പറഞ്ഞു. ഒടുവിൽ ഗ്രാമമുഖ്യനെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും മോഹനോട് സോമശേഖരന്റെ തുലാസ് തിരികെ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മോഹൻ തുലാസ് നൽകുകയും അയാൾക്ക് അയാളുടെ മകനെ തിരികെ ലഭിക്കുകയും ചെയ്തു. അയാൾ സോമശേഖരനോട് മാപ്പപേക്ഷിക്കുകയും അവർ വീണ്ടും ചങ്ങാതിമാരായി തന്നെ ഐക്യത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ശുഭം.